ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്രാട സുപ്രഭാതമാണ്. സ്വർണ്ണ ശ്രീലകത്ത് ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ പൊൻകൊടിമരത്തിന് സമീപത്തുകൂടി ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തെ വിളക്കുകൾ നമുക്ക് കാണാം. സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ ഭക്തനായിരുന്ന 50 വർഷത്തിലേറെ ഗുരുവായൂരപ്പനെ സേവിച്ച ഗുരുവായൂർ കേശവൻ്റെ കൊമ്പുകൾ കാണാം. മുഖപ്പിൽ ദീപസ്തംഭം കാണാം. ഉത്രാട സുപ്രഭാതത്തിൽ ഗുരുവായൂരിൽ തിരക്ക് അത്രയധികമുണ്ടെന്ന് പറയാൻ കഴിയില്ല. ഇവിടെ ഒരു ഉണ്ണി അവൻ്റെ ചേച്ചിമാരോടൊപ്പം എങ്ങനെ നിൽക്കുന്നു. ഒട്ടേറെ പേര് വളരെ സന്തോഷത്തോടെ രാവിലെ ആ പ്രഭാതത്തിൻ്റെ എല്ലാ അരുണിമയും പ്രഭാതത്തിൻ്റെ എല്ലാ സന്തോഷവും മനസ്സിൽ ആവാഹിച്ച് രാവിലെ ഗുരുവായൂരപ്പന് മുന്നിൽ ഗുരുവായൂരപ്പനെ തൊഴാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഇന്ന് അതിമനോഹരമായ ഒരു കളമാണ് ഒരുക്കിയിട്ടുള്ളത്. അതിമനോഹരമായൊരു പൂക്കളം. ഇന്ന് 50ഓളം കല്യാണങ്ങളുണ്ട്. കല്യാണങ്ങൾ കുറച്ച് കഴിഞ്ഞു, കല്യാണങ്ങളായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിലെ തിരക്കാണ് ഈ കാണുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ ഇന്ന് അതിമനോഹരമായ പൂക്കളം, ഹനുമാന്റെ പൂക്കളമാണ്. സാക്ഷാൽ ഹനുമാന്റെ ശക്തിയും വൈഭവവും മുഴുവൻ പ്രകടമാക്കുന്ന അതിമനോഹരമായ പൂക്കളമാണ് ഒരുക്കിയിട്ടുള്ളത്. ഗുരുവായൂരിൽ പുഷ്പവ്യാപാരം നടത്തുന്ന അജി എന്ന് പറയുന്ന യുവാവിൻ്റെ വകയായിട്ടാണ് ഇന്നത്തെ പൂക്കളം, ഉത്രാട ദിനത്തിലെ പൂക്കളം ഒരുക്കിയിട്ടുള്ളത്. അജിയുടെ അച്ഛൻ വീരഭദ്രൻ ആണ് വർഷങ്ങൾക്ക് മുമ്പേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആദ്യം പൂക്കളം ഇട്ട് തുടങ്ങിയവരിൽ ഒരാളാണ് അജിയുടെ അച്ഛൻ. വീരഭദ്രൻ എന്നറിയപ്പെടുന്ന അജിയുടെ അച്ഛൻ. അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മയ്ക്ക് കൂടിയാണ് ഈ പൂക്കളം. ഈ പൂക്കളത്തിൻ്റെ പ്രത്യേകത, ഇതിനകത്ത് സാധാരണ എല്ലാ ദിവസത്തെയും പൂക്കളങ്ങളെക്കാൾ ധാരാളം പൂക്കൾ ഇന്നത്തെ പൂക്കളത്തിലുണ്ട്. കാരണം അതിനകത്ത് പനിനീർപ്പൂവുണ്ട്, പിന്നെ ചെണ്ടുമല്ലിയുണ്ട്. സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒട്ടനവധി പൂക്കൾ. സാധാരണ വരുന്നതിനേക്കാൾ കൂടുതൽ പണം മുടക്കിയിട്ടാണ് ഇന്നത്തെ പൂക്കളം ഇട്ടിട്ടുള്ളത്. ഇന്നത്തെ പൂക്കളത്തിൻ്റെ കൃഷ്ണാട്ടത്തിലെ സുമേഷിൻ്റെ നേതൃത്വത്തിലുള്ള കലാകാരന്മാരുടെ സംഘമാണ് ഇന്നത്തെ പൂക്കളം ഇട്ടിട്ടുള്ളത്. ഗുരുവായൂർ ക്ഷേത്രനട സൂര്യൻ ഉദിക്കുന്നതേയുള്ളൂ. ഉഷ പൂജ സമയമാണ്. ഉഷപൂജ സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വിവാഹങ്ങളിൽ പങ്കെടുക്കാനായിട്ട് നിൽക്കുന്നവർ, തൊഴാനായിട്ട് നിൽക്കുന്നവർ, ദർശനത്തിന് ക്യൂ നിൽക്കുന്നവർ, അങ്ങനെ ധാരാളം ഭക്തജനങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയും. ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേ നടയിലെ മനോഹര നിമിഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഈ കിഴക്കേ നടയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഒരു മാനസിക ഉല്ലാസം, ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് ഒരു എത്ര പറഞ്ഞാലും മതിയാകാത്ത തരത്തിലുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഈ നടക്കിൽ നിന്നാൽ മതി, അത്ര ഒരു ആത്മധൈര്യം ഏത് മനുഷ്യനും ലഭിക്കുന്ന ഒരു ഇടമാണ്. ഇത്രയധികം ആളുകൾ ചിത്രങ്ങൾ പകർത്തുന്ന ഒരു സ്ഥലം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത് തെക്കേ നടയിൽ ഇന്ന് ഉത്രാട കാഴ്ചക്കുലവയ്പ്പാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ചടങ്ങ്. ക്ഷേത്രത്തിൽ ആ ഉത്രാട കാഴ്ചക്കുലവയ്പ്പിന് ലക്ഷണമൊത്ത നേന്ത്രക്കുലകളുമായി കാത്തിരിക്കുന്ന ഭക്തജനങ്ങളാണ് ഇവിടെ കാണുന്നത്. തെക്കേ നട വരെ ഇങ്ങനെ വരിയായിട്ട് ആളുകൾക്ക് ഇത്തവണ വെൽ അറേഞ്ച്ഡാണ് ഇത്തവണത്തെ ഉത്രാട കാഴ്ചക്കുല സമർപ്പണത്തിന്. കഴിഞ്ഞ ദിവസം വിവാഹങ്ങൾ നടത്തിയതുപോലെ തന്നെ വെൽ അറേഞ്ച്ഡ് ആയിട്ടാണ് ഉത്രാട കാഴ്ചക്കുല സമർപ്പണത്തിനായിട്ട് ദേവസ്വം ഭക്തജനങ്ങൾക്ക് സൗകര്യമൊരുക്കിയിട്ടുള്ളത്. ഇരിക്കാനുള്ളൊരു സ്ഥലം, അതിന് മുന്നിൽ കായക്കുലകൾ വയ്ക്കാനുള്ളൊരു സ്ഥലം, അങ്ങനെ നിരയായിട്ട് നേന്ത്രക്കുലകൾ ഇങ്ങനെ വച്ചിട്ട് ഭക്തർ കാത്തിരിക്കുകയാണ്. ഉഷപൂജ കഴിഞ്ഞ് ശിവേലി കഴിഞ്ഞിട്ട് വേണം ഈ കാഴ്ചക്കുല സമർപ്പണം നടത്താനായിട്ട്. ശിവേലി കഴിഞ്ഞാൽ ക്ഷേത്രത്തിന് മുന്നിൽ കൊടിമരത്തിന് മുന്നിൽ അരിമാവ് കൊണ്ട് അണിയും. അതിനുശേഷം നാക്കലകൾ നിരത്തി വയ്ക്കും. അതിനുശേഷം ആദ്യത്തെ കുല മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി ആദ്യത്തെ കാഴ്ചക്കുല സമർപ്പിക്കും. കാഴ്ചക്കുല സമർപ്പിക്കാനുള്ള കാത്തിരിപ്പാണ്. അങ്ങനെ കാഴ്ചക്കുല സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ദേവസ്ഥയിൽ ശാന്തിയേറ്റ നമ്പൂതിരിമാർ, ശാന്തിയേറ്റ മൂത്തേടൻ ചെറിയ കേശവൻ നമ്പൂതിരിയും തേലമ്പറ്റ നാരായണൻ നമ്പൂതിരിയും അത്തരം ആളുകൾ കാഴ്ചക്കുലകൾ സമർപ്പിക്കും. ദേവസ്വം ഭരണസമിതി ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്ന് തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം കാഴ്ചക്കുലകൾ വയ്ക്കും. കാഴ്ചക്കുലകൾ രാവിലെ ഇവിടെ വരെയാണുള്ളത്. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കാഴ്ചക്കുലകൾ വീണ്ടും വളരെയധികം വർദ്ധിച്ചു. സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ ഒരു 800 കാഴ്ചക്കുലകളാണ് എത്തിയത്. പക്ഷേ ഇക്കുറി അതിലും കൂടുമെന്നാണ് തോന്നുന്നത്. കൃഷ്ണാർപ്പണം.